കൊല്ലം കുണ്ട്രയിലെ AKTE ടൈലറിംഗ് പാർക്ക് കടുത്ത അവഗണനയെന്ന് പരാതി. പാർക്കിന് ആവശ്യമായ വൈദ്യുതി ലഭിക്കാതായതോടെ പ്രവർത്തനം ഭാഗികമായി നിലച്ചു. വൈദ്യുതി കണക്ഷനായി KSEBയെ സമീപിച്ചെങ്കിലും ഭീമമായ തുക വേണ്ടിവരുമെന്നാണ് KSEB പറയുന്നതെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. ടൈലറിംഗ് ലേബർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ 2023 കൊല്ലം കുണ്ടറയിൽ പ്രവർത്തനം ആരംഭിച്ച ടൈലറിംഗ് പാർക്കാണ് അധികൃതരുടെ അനാസ്ഥയിൽ ഇല്ലാതാകുന്നത്. കമ്പോളത്തിൽ ലഭിക്കുന്ന ബ്രാൻഡഡ് തുണിത്തരങ്ങൾ അതേ മേന്മയോടെ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പൂർണ്ണതോതിൽ വൈദ്യുതി കണക്ഷനുകൾ സ്ഥാപിക്കാൻ കഴിയാത്തതാണ് തിരിച്ചടിയായത്. സബ്സ്റ്റേഷനിൽ നിന്ന് പാർക്ക് വരെ ഭൂമിക്കടിയിലൂടെ കേബിൾ വലിച്ച ശേഷം ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചാൽ മാത്രമേ ആവശ്യമായ വൈദ്യുതി ലഭിക്കുകയുള്ളൂ. ഇതിനായി KSEB 24.5 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു എന്നാണ് തൊഴിലാളികളുടെ പരാതി. തീർച്ചയായിട്ടും ഈ പറയുന്ന കേരളത്തിൽ ഏതാണ്ട് 1000-ൽ പരം തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു സംരംഭം, ഒരു സംഘടന നടത്തുമ്പോൾ അതിനെ ഭരണതലത്തിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം നാളിതുവരെ കിട്ടിയില്ല എന്നുള്ളതാണ്. പത്രങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നു 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സംരംഭങ്ങൾ ഇവിടെ വന്നു എന്നാണ്. ആ സംരംഭങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ തുടങ്ങിയ ഈ സംരംഭത്തിന് ആവശ്യമായ യാതൊരുവിധ സഹായവും ഭരണതലത്തിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇവിടുത്തെ ഈ ട്രാൻസ്ഫോമറും കറണ്ടുമായി ബന്ധപ്പെട്ട വിഷയം. 5.5 ലക്ഷം രൂപ മുടക്കി ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ ട്രസ്റ്റ് ഒരുക്കമാണ്. എന്നാൽ കേബിൾ സ്ഥാപിക്കാൻ സർക്കാർ കനിയണമെന്നാണ് ട്രസ്റ്റിന്റെ ആവശ്യം. ഇത് ഫുൾ സ്ട്രെങ്തിൽ ഇത് പ്രവർത്തിക്കണമെങ്കിൽ കേരള സർക്കാരിൻ്റെ KSEBറ്റിൽ രജിസ്റ്റർ ചെയ്ത ഈ സ്ഥാപനത്തിന് ട്രാൻസ്ഫോമർ നമുക്ക് അലോട്ട് ചെയ്യണമെന്ന് ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് നമ്മൾ അപേക്ഷിച്ചതാണ്. അദ്ദേഹം പരസ്യമായി അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് ഇവിടെ പ്രഖ്യാപിച്ചതുമാണ്. നിർഭാഗ്യവശാൽ KSEB ഇപ്പോൾ പറയുന്നത് 5.5 ലക്ഷം രൂപ ട്രാൻസ്ഫോമറിനും 19 ലക്ഷം രൂപ അതിൻ്റെ കേബിൾ ഇടാനും തന്നാൽ മാത്രമേ ഞങ്ങളിത് ചെയ്യൂ എന്ന് പറയുന്ന ഒരു പ്രതിരോധത്തെ ഞങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. 150ഓളം തയ്യൽ യന്ത്രങ്ങളും 2 കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി യന്ത്രങ്ങളുമാണ് പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പദ്ധതി പ്രാവർത്തികമായാൽ നിരവധി പേർക്ക് ജോലി ലഭിക്കും. എന്നാൽ അധികൃതരുടെ സമീപനം പദ്ധതിക്ക് തിരിച്ചടിയാകുന്നതായാണ് പരാതി. ജനം, കൊല്ലം.